തൃശൂർ പൂരം വിവാദം സംബന്ധിച്ച അന്വേഷണത്തിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റില്ല. ഈ മാസം 24-നുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അന്വേഷണം 5 മാസം വൈകിയതിനെക്കുറിച്ച് കൃത്യമായ മറുപടി പക്ഷേ മുഖ്യമന്ത്രി നൽകിയതുമില്ല. മുഖ്യമന്ത്രിയെ വിശ്വാസത്തിലെടുക്കുന്നുവെന്ന് തൃശൂരിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ പ്രതികരിച്ചു. തൃശൂർ പൂരം വിവാദത്തിൽ CPI ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചിട്ടും അന്വേഷണ ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റേണ്ടതില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ഈ മാസം 24-ന് മുമ്പ് അന്വേഷണ റിപ്പോർട്ട് നൽകാൻ ഉത്തരവിട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. കുറച്ചുകൂടി സമയം വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എൻ്റെ മുന്നിൽ ഒരു കടലാസ് വന്നു. അപ്പോൾ ഞാനതിൽ പറഞ്ഞു 24-ാം തീയതിക്ക് മുൻപായി ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിട്ടുണ്ട്. വിവരാവകാശ രേഖയ്ക്ക് മറുപടി നൽകിയ DYSPക്കെതിരെ നടപടിയെടുക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. ഇടപെട്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഈ തെറ്റായ വാർത്ത എന്തുകൊണ്ട് കൊടുത്തു, ഈ വിവരാവകാശത്തിന് തെറ്റായ മറുപടി എന്തുകൊണ്ട് കൊടുത്തു, അതാണ് അതിൽ പ്രശ്നമായിട്ട് വന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ മേലെ നടപടിക്കും റെഡിയാക്കി. അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയെ പൂർണ്ണമായും വിശ്വസിക്കുന്നുവെന്നും റിപ്പോർട്ട് വൈകിയതിൽ പ്രശ്നമില്ലെന്നും VS സുനിൽകുമാർ. ആ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കുകയും അത് ഈ 24-ാം തീയതിക്ക് മുമ്പായി റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മുഖവിലേക്ക് എടുക്കണ്ടേ? അതല്ല ശരി. തൃശൂർ പൂരം കലക്കിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന വാദം ആവർത്തിച്ച കോൺഗ്രസ് നേതാക്കൾ. പൂരം കലക്കിയതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന തൃശൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന K മുരളീധരൻ. ഒരാഴ്ചക്കകം റിപ്പോർട്ട് തരണം എന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ട് 5 മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ആ കസേരയിലിരിക്കുന്നത്? അന്വേഷണം കുറെ ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടായിട്ടുണ്ട്, റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇത് ഇനിയൊന്ന് പുറത്തെടുക്കേണ്ടി വരും. കാരണം CPIക്കാരനൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പിന്നെ അവർ വല്ലാണ്ട് മോശമാവുമല്ലോ. അവർ പൂരം കലക്കാൻ ശ്രമം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി 4 പരാതികളാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചത്. ഇത് പിന്നീട് DGPക്ക് കൈമാറി. പരാതിയിന്മേൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ DGPയാണ് MR അജിത് കുമാറിനെ ചുമതലപ്പെടുത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.